തംബ്ലൈനിൽ കാണിച്ചേക്കുന്ന ഈ ഒരു സംഭവം എന്തോന്ന് മനസ്സിലായിട്ടില്ലാത്തവരാണെങ്കിൽ ജസ്റ്റ് കണ്ടു നോക്കുക. നമുക്ക് ഈ വീഡിയോ മൊത്തം കാണുമ്പോൾ തന്നെ അതെന്താണ് മനസ്സിലാവും. അപ്പൊ തംബ്ലൈൻ കണ്ടിട്ട് വന്നവരാണെങ്കിൽ തംബ്ലൈനിൽ കാണിച്ചേക്കുന്നത് എന്താണെന്ന് മനസ്സിലാവാത്തവരാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഫുള്ള് കാണുക. നമുക്ക് എല്ലാം ഒന്ന് അരിച്ച് പറക്കി എല്ലാം കൂടെ ഒന്ന് നോക്കാം. ഇന്ന് അടിപൊളി ഒരു ഗെയിമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾക്ക് വൈറ്റ് സൈഡ് ആണ് കിട്ടിയിട്ടുള്ളത്. വൈറ്റ് സൈഡ് നമ്മൾ കളിക്കാൻ പോകുന്നു. D4 കളിച്ചു കേട്ടോ. D4 ആണ് നമ്മൾ തുടക്കം ഇട്ടേക്കുന്നത്. അവര് എതിരാളി നിന്ന് D5 കളിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എതിരാളിയുടെ വക D5 വന്നിട്ടുണ്ട്. യെസ്, D5. എതിരാളി കണ്ട പതിവ് പോലെ നല്ലൊരു മൂവ്മെന്റ് നടത്താനുള്ള സ്കോപ്പ് ഒക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമുക്കും അതുപോലെ തന്നെ സെയിം അവസ്ഥ തന്നെയാണ് ഉള്ളത്. അപ്പം എന്തുകൊണ്ടാണ് ഈ തംബ്ലൈൻ ഇങ്ങനെ വന്നത്, ഈ ഒരു ഗെയിമിന്റെ ബ്യൂട്ടി എന്താണ് ഇങ്ങനെ ആയതെന്നെല്ലാം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ജസ്റ്റ് വീഡിയോ അവസാനം വരെ കാണുക. ചെസ്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്നിരിക്കാം. ദാറ്റ്സ് ഇറ്റ്. E3 കളിച്ചു. E3 നൈറ്റ് C6 നൈറ്റിനെ ഇറക്കി വന്നിട്ടുണ്ടല്ലേ. നൈറ്റിനെ ഇറക്കിയിട്ടുണ്ട്. നമ്മൾ ഒട്ടും ആദിക്കാതെ തന്നെ നമ്മുടെ നൈറ്റിനെ ഇറക്കുന്നു. നൈറ്റ് F3 നേരെ ഇപ്പുറത്തെ വശത്തുനിന്നും നൈറ്റ് F3 കളിച്ചു. ബിഷപ്പിനെ കൊണ്ടുവന്നു അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ബിഷപ്പിനെ കൊണ്ടുവന്ന് അറ്റാക്ക്. നമ്മളും സെയിം കളി. ഇതെന്ത് നേരെ ഓപ്പോസിറ്റ് കളി തന്നെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ബിഷപ്പ് B5 ഓപ്പോസിറ്റ് ഒന്നും അല്ല. ഇതിവിടെ എന്തായാലും ഓപ്പോസിറ്റ് എന്ന് പറയായിരുന്നു. നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ചാടിച്ച് ഇവിടെയാണ് കൊണ്ട് നിർത്തിയിരിക്കുന്നത്. ഇത് വെച്ച് വെട്ടാനാണ് നമ്മൾ അടുത്ത മൂവ്മെന്റ് എടുക്കും. നമ്മൾ സ്ഥിരം കാണിക്കുന്ന വേല തന്നെയാണത്. എന്തായാലും ഓട്ടിക്കാൻ വേണ്ടി ഇറക്കി. ഓട്ടിച്ചിട്ടൊന്നും കാര്യമില്ല, ഞാൻ ഓടത്തില്ല എന്ന് കണ്ടവർക്കെല്ലാം അറിയാം. ഞങ്ങൾ വെട്ടി. തിരിച്ച് മറുപടി വെട്ടി നടന്നു. വെട്ടി നമ്മൾ ക്യാൻസലിങ് ചെയ്തു. അടുത്ത എൻ്റെ മൂവ്മെന്റ് കണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചാടിക്കുക എന്നുള്ളതാണ്. അത് ഉടനടി നീക്കുന്നതാണ്. അപ്പം അതിന് മുമ്പ് അവരുടെ മൂവ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കണം. അവരെന്താണ് കളിക്കാൻ പോവുക. യെസ്, E6 കളിച്ചിട്ടുണ്ട് കേട്ടോ. E6 കളിച്ച സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകുന്നു. റൂക്കിനെ സെന്ററിലോട്ട് വരുന്നു. അടുത്ത് G5 കളിച്ചു. നമ്മൾ ബിഷപ്പിനെതിരെയും ആളിനെതിരെയും ഒരു അറ്റാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താണ് മറുപടി? യെസ്, വെട്ടുന്നു. ഇനി ഒരു നൈറ്റിനെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഈ നൈറ്റിനെ ഈ കുതിരയെ എടുത്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ കുതിരയുടെ തലയും വെട്ടിക്കൊണ്ട് അവരങ്ങ് പോകും. നമുക്ക് കയറി റൂക്ക് വെച്ചിട്ട് ആളെ എടുക്കാന്ന് വിചാരിച്ച് സമ്മതിക്കാൻ ഒക്കത്തില്ല. കാരണം ബിഷപ്പ് വെച്ച് വെട്ടുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വിഷയമുണ്ട്. എന്തായാലും നമുക്ക് ബിഷപ്പിനെ വെച്ച് ആളെ വെട്ടി ഒരു മന്ത്രിക്കെതിരെ ഒരു പണി കൊടുക്കാം. മന്ത്രിക്കെതിരെ പണി കൊടുത്തിട്ടുണ്ട്. മന്ത്രിക്കെതിരെ പണിയിൽ മന്ത്രി ഓടിപ്പോകുമോ, ചാടിപ്പോകുമോ, ഇറങ്ങിപ്പോകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നെക്സ്റ്റ് മന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി ആളെ ഇറക്കിയിട്ടുണ്ട്. മന്ത്രിയെ രക്ഷിക്കാൻ ആളെ ഇറക്കിയ സ്ഥിതിക്ക് നമുക്ക് അടുത്ത മൂവ്മെന്റിലേക്ക് പോകേണ്ടതുണ്ട്. അടുത്ത മൂവ്മെന്റ് നൈറ്റ് H4. ആളെ വെട്ടി. നൈറ്റിനെതിരെ അറ്റാക്ക് വന്നു. ഈ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന രീതിയിൽ വീണ്ടും അറ്റാക്കിലേക്ക് പെട്ട് പോവുകയാണ്. എന്തായാലും നമുക്കത് പ്ലാൻ ഉണ്ട്, കുഴപ്പമില്ല. അവിടെ ചെക്കോടെ നമ്മുടെ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ചെക്ക് മാറ്റിയിട്ടുണ്ട്. അടുത്ത മൂവ്മെന്റ് ബിഷപ്പിനെ എടുത്തുകൊണ്ടാണ് നമ്മൾ അടുത്ത അറ്റാക്കിലേക്ക് പോകുന്നത്. നമ്മൾ നൈറ്റിനെ വിട്ടുകൊടുക്കുകയാണ്. മണ്ടത്തരം കാണിച്ച പുള്ളി നൈറ്റിനെ എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. നൈറ്റിനെ എടുക്കാതെ തന്നെ നമ്മുടെ മന്ത്രിക്കെതിരെ അറ്റാക്കുമായിട്ട് വന്നിട്ടുണ്ട്. മന്ത്രിയെ മാറ്റുന്നു. മന്ത്രിയെ മാറ്റി ചെക്ക് വിളിക്കുന്നു. 2-3 ഓപ്ഷൻസ് ഉണ്ട്. 1 ഇങ്ങോട്ട് ഇറക്കുക, 2 ഇങ്ങോട്ട് ഇറക്കുക, 3 ഇങ്ങോട്ട് ഇറക്കുക. ഇങ്ങനെ 3 ഓപ്ഷൻസ് അവിടെ ഉണ്ട്. നോക്കും. യെസ്, ബിഷപ്പിനെ സെന്ററിലോട്ട് കൊണ്ടുവന്നു. ബിഷപ്പിനെ ഒരു തടയണ പോലെ അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത മൂവ്മെന്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാം. ഇത് ഞാൻ നീക്കിയാൽ ചെക്ക്. ഇവിടെ വെട്ടും. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും റൂക്കിനെ വെട്ടി. പണി പാലും വെള്ളത്തിലല്ല കിട്ടിയേക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എന്തായാലും വെട്ടി. നൈറ്റിനെ വെച്ചെടുത്തു. ആരും വെട്ടാനില്ലാത്തതുകൊണ്ട് സോഫ്റ്റ് ആയിട്ട് നൈറ്റിനെ വെച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അടുത്ത മൂവ്മെന്റിൽ നൈറ്റിനെ ഇങ്ങോട്ട് ചാടിച്ചിട്ടുണ്ട്. നൈറ്റിനെ ഇവിടുന്ന് ചാടിച്ച് യെസ്, മന്ത്രിയെ പിടിക്കാൻ വേണ്ടിയുള്ള സകല പണികളും പുള്ളി നടത്തുന്നുണ്ട്. പക്ഷെ പുള്ളി അറിഞ്ഞില്ല അത് നമ്മുടെ ട്രാപ്പാണ്. നമ്മൾ ഒരുക്കിയ വലിയ ചതി കുഴിയാണ്. ആ കുഴിയിൽ പുള്ളി വീണിട്ടുണ്ട്. അടുത്ത മൂവ്മെന്റിൽ ചെക്ക്മേറ്റ് ചെയ്തു.
നമ്മൾ കളി തീർത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ടാറ്റാ ബൈ ബൈ, സീ യു.